ഈ വീഡിയോ നിങ്ങൾ ഉപകാരപ്പെടുന്നെങ്കിൽ മാത്രം ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ മതി. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഷുവറാണ് നിങ്ങൾക്ക് ഇതെന്തായാലും ഉപകാരപ്പെട്ടെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാം. നിങ്ങൾ ഒരു നോട്ട് കെടുത്ത് നിങ്ങൾ വെറുതെ എന്തെങ്കിലുമൊക്കെ എഴുതി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡിഫറൻസ് നിങ്ങളെ പഴയ എഴുത്തും പുതിയ എഴുത്തും എന്തെങ്കിലുമൊക്കെ ഡിഫറൻസ് ഉണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അതിന് തന്നെ നമ്മൾ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. അതായത് നമ്മളിപ്പോൾ ഇംഗ്ലീഷിൽ ഐ എഴുതണം. ക്യാപിറ്റൽ ലെറ്റർ ഐ എഴുതുമ്പോൾ ചില ആൾക്കാരൊക്കെ എഴുതുമ്പോൾ ഇങ്ങനെ ഈ ഭാഗം കണ്ട, ഈ ഒരു പോയിന്റ് കണ്ട, ഇത് സംഭവിക്കാൻ കാരണം എന്താ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? സംഭവിക്കാൻ കാരണം നിങ്ങൾ പേന പിടിക്കണ ഇതുണ്ട്, ഒരു സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചർ കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ വരുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പേന എങ്ങനെ പിടിക്കാൻ നോക്കാം. പേന നമ്മൾ പിടിക്കുമ്പോൾ നമുക്ക് ഏറ്റവും ഇങ്ങനെ നിങ്ങളെ എഴുത്തിൽ ഇങ്ങനെയൊക്കെ ഈ അടിക്കുള്ള ബാലൻസ് പോയിന്റ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ പേന പിടിക്കണ ഷേപ്പ് കറക്റ്റ് അല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം പേന പിടിക്കണ കറക്റ്റ് ആക്കണം. പേന പിടിക്കുമ്പോൾ ഞാൻ കാണുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ അടിയിൽ നിന്നൊരു ബാലൻസ് കൊടുത്ത് എപ്പോഴും നമ്മൾ പേന പിടിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതായത് ഇപ്പോൾ ഇതിൻ്റെ ഈ വിരല് അടിക്ക് ബാലൻസ്ഡ് ആണ്. അപ്പോൾ ഇങ്ങനെ പിടിക്കാൻ വേണ്ടി ഇതാണ് ടോട്ടലി ഈ പേന ബാലൻസ്ഡ് ആണ്. അപ്പോൾ നമ്മളിങ്ങനെ എഴുതും. അപ്പോൾ ഒരു ബുക്ക് എടുത്തിട്ടുണ്ട്, നമ്മളങ്ങനെ എഴുതാം. നമുക്ക് എപ്പോഴും ഒരു പ്രതലത്തിൽ വെച്ച് എഴുതാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ എന്താ തെറ്റും. ഇങ്ങനെ വേണം നമ്മൾ എഴുതാൻ. പേന ഇങ്ങനെ വേണം പിടിക്കാൻ. കാണുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കണം. അപ്പോൾ ഇങ്ങനെ പിടിച്ച് എല്ലാവരും എഴുതാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ആദ്യം എഴുതുമ്പോൾ നല്ല പ്രയാസക്കാരം, പിന്നെ പെട്ടെന്ന് കറക്റ്റ് ആവില്ല. വല്ല ഗ്രാജുവലി ഇങ്ങനെ കറക്റ്റായി വരുള്ളൂ. അപ്പോൾ പെട്ടെന്ന് ശ്രമിക്കണം എന്നല്ല, നിങ്ങൾ വെല്ല എഴുതി ശ്രമിക്കാം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ ഇരിക്കണ സ്ട്രക്ചർ നമ്മൾ എപ്പോഴും ഇരിക്കണം. ഇപ്പോൾ എൻ്റെ കാര്യം പറഞ്ഞാൽ ഞാനൊക്കെ ഒരു പരിധി കൂടുതൽ നമ്മൾ ക്ലാസ്സൊക്കെ എടുക്കുമ്പോൾ ഇരുന്നാൽ എനിക്ക് ബാക്ക് പെയിൻ ഉള്ള ആളാണ്. അപ്പോൾ പരിധി കൂടുതൽ ഒരേ പൊസിഷനിൽ ഇരുന്നാൽ നല്ല രീതിയിൽ ബാക്ക് പെയിൻ ഉള്ളവർക്ക് മനസ്സിലാവും, നല്ല രീതിയിൽ ബാക്ക് പെയിൻ വരും. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ പല ആൾക്കാർക്കും പല ബോഡീൻ്റെ പല ഭാഗത്തേക്കാരുടെ വേദന. അപ്പോൾ നമുക്ക് ഒരു മടുപ്പ് വരും. ഒരു ഒരു പീരീഡ് ആവണമെന്നില്ല, കുറച്ചൊരു ഹാഫ് പീരീഡ് ഒക്കെ ആകുമ്പോഴത്തേന് നമ്മളൊന്ന് എണീച്ച് നമ്മളെ ബോഡിക്കൊന്ന് സ്ട്രെച്ച് ചെയ്യാറാൽ ഇങ്ങനെ ഇപ്പോൾ ക്ലാസ്സിൽ ഇപ്പോൾ നടക്കണമെന്നില്ല. അപ്പോൾ ഇരുന്ന് കണ്ട് തന്നെ ഒന്നും കണ്ട് ഇങ്ങനെയൊക്കെ ഒന്ന് ബാക്കൊക്കെ ലെഫ്റ്റും റൈറ്റും ഒന്ന് തിരിഞ്ഞ് ഇങ്ങനെയൊക്കെ ഒന്നാക്കിയാൽ തന്നെ നമ്മൾ ബോഡി ഒന്ന് സ്ട്രെച്ച് ആവും. അപ്പോൾ ഒരു മടുപ്പ് നമുക്ക് വരില്ല. അപ്പോൾ ആ മടുപ്പില്ലാതെ തന്നെ നമുക്കൊരു ക്ഷീണമില്ലാതെ തന്നെ നമുക്ക് എഴുതാൻ വേണ്ടി ശ്രമിക്കാം. പിന്നെയുള്ള കാര്യം എന്താ വെച്ചാൽ വാക്കുകൾ ഇടവിട്ട് എഴുതാം. ഇടവിട്ട് അറിയുമ്പോൾ ഇപ്പോൾ ഞാനിവിടെ ഒരു വാക്ക് ഇവിടെ എഴുതി. അപ്പോൾ ഈ വാക്കിൻ്റെ അടിയിൽ ഒരു ഇതിടണം. ഇപ്പോൾ നമ്മളിപ്പോൾ ഹിന്ദിയൊക്കെ എഴുതുമ്പോൾ ഹിന്ദിൻ്റെ പ്രത്യേകത എന്താ? ഹിന്ദി മലയാളം എന്താ ഡിഫറൻസ്? നമ്മൾ ഹിന്ദിയൊക്കെ എഴുതുമ്പോൾ മേലെ ഒരു വരടും. അതിങ്ങനെ നമ്മൾ ഹിന്ദി എഴുതുക. ഇങ്ങനെ എഴുതുമ്പോൾ ഈ വര എന്തിനാ? അന്ന് മലയാളം എഴുതുമ്പോൾ മലയാളത്തിൽ എന്താ ഇങ്ങനത്തെ ഒരു വര ഇല്ലാത്ത? ഈ വര മലയാളത്തിൽ എന്താ കൊടുക്കാത്ത നമ്മൾ? അപ്പോൾ ഹിന്ദിയിലൊക്കെ പറഞ്ഞാൽ ഇത് ഒറ്റ ഒരു വാക്കാണെന്ന് മനസ്സിലാക്കാണ്. ഇന്ത്യയിൽ കുറേ ഭാഷയിൽ ഒട്ടുമിക്ക ഭാഷയിലും മേലെ നമ്മൾ വരക്കും. പക്ഷെ അതുപോലെ നമ്മൾ മലയാളത്തിൽ വരക്കൂല. കാരണം എന്താ? മലയാളത്തിൽ എന്ത് വരക്കാത്ത വെച്ചാല് അപ്പോൾ ഇത് പെട്ടെന്ന് മനസ്സിലാവാണ് നമ്മൾ മേലെ വരക്കുന്നത്. ഇത് ഒറ്റ വാക്കാണ് മനസ്സിലാക്കാൻ മേലെ വരക്കുന്നത്. അപ്പോൾ മലയാളത്തിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ എന്തായാലും മലയാളം നല്ല ഇംഗ്ലീഷിലും അതുപോലെ തന്നെ നമ്മൾ ഈ ഗ്യാപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ എന്താ വെച്ചാല് ഇത് ഇപ്പോൾ ഈ ഹിന്ദി പോലത്തെ ഭാഷയിൽ നമുക്ക് എന്തായാലും അടുത്തത് വരുമ്പോൾ നമ്മൾ അറിയാതെ നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ എന്തായാലും ഒരു ഗ്യാപ്പ് വരും. അതുപോലെ തന്നെ അപ്പോൾ ഈ ഹിന്ദിയിൽ ഇപ്പം ഞാൻ എന്ത് ചെയ്യും, അടുത്ത വാക്ക് ചെയ്താണ്. അപ്പം അടുത്ത വരെയാണെന്നുള്ള ഒരു ഗ്രാജുവലി എൻ്റെ മൈൻഡിൽ ആ സാധനം ഉണ്ട്. അപ്പം ഞാൻ എന്താ ചെയ്യുക, അടുത്ത ലൈൻ ഇടും. പക്ഷെ മലയാളം എഴുതുമ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ എഴുതി അപ്പോൾ അടുത്ത വാക്ക് ചെയ്താ അപ്പോൾ ഇവിടെ തന്നെ എഴുതുമ്പോഴുള്ള നെഗറ്റീവ് ഇപ്പോൾ ഇവിടെ മുതൽ ഒരു വാക്കും
ഇവിടെ മുതൽ അടുത്ത വാക്ക് അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് എഴുതി പോയാലുള്ള പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് എഴുത്ത് മനസ്സിലാവാനുള്ള പ്രയാസം. അതായത് നമ്മളിപ്പോ എഴുതി പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ മനസ്സിലാവും. പിന്നെ കുറച്ച് എക്സാമിന്റെ തലേന്നൊക്കെ അങ്ങനെ നമ്മൾ റിവിഷൻ ചെയ്ത് വായിച്ചെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ ഭയങ്കര പ്രയാസം, വായിക്കാനുള്ള ഒരു മടുപ്പൊക്കെ തോന്നും നമ്മളെ എഴുത്ത് കണ്ടിട്ട് തന്നെ, സ്വന്തം എഴുത്ത് കണ്ടിട്ട് തന്നെ കാരണം നമുക്ക് ഇങ്ങനെ തോന്നലിട്ടോ. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ഒരു വാക്ക് എഴുതി കഴിഞ്ഞാൽ ഇപ്പൊ മലയാളം, ഇപ്പോൾ എൻ്റെ പേര് സിയാനാണ്, ഇപ്പോൾ ഞാൻ സിയാനിന് അടുത്തത് അടുത്ത വാക്ക് എഴുതാം. അടുത്ത വാക്ക് എഴുതുമ്പോൾ കണ്ട ഈ ഒരു ഗ്യാപ്പെങ്കിലും ഇപ്പോൾ ചിലപ്പോൾ ഇനി അടുത്ത വാക്ക് എഴുതി എന്നിട്ട് ഇവിടെ ഒരു ഗ്യാപ്പ്, അടുത്ത വാക്ക് എഴുതി ഇവിടെ ഒരു ഗ്യാപ്പ്. അപ്പോൾ അങ്ങനെ എഴുതുമ്പോൾ ടോട്ടലി നിങ്ങളെ ബുക്ക് ഒരു പേജ് കണ്ട് കഴിയുമ്പോൾ അത് ടോട്ടലി ഒരു നല്ലൊരു ഭംഗിയിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പിന്നെ ഉള്ളത് നമ്മൾ കൈ പിടിക്കുമ്പോൾ ഇപ്പോൾ ഇതൊരു പേന വിചാരിച്ചാൽ ഈ കൈപ്പത്തി, അതായത് ഈ ഭാഗമില്ലേ, ഈ ഭാഗം മാത്രം ഉപയോഗിച്ച് എഴുതാതിരിക്കുക. അങ്ങനെ എഴുതുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ ഒരു കുറച്ചും കണ്ട് കഴിയുമ്പോഴത്തേന് നമ്മളെ കൈയിന് ഭയങ്കര പെയിന് അനുഭവപ്പെടും. അതുകൊണ്ട് നമ്മൾ ഫുള്ള് ടോട്ടൽ കൈ ഇതിപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഒരേ പൊസിഷനിൽ വെച്ച് ഇങ്ങനെ എഴുതുമ്പോൾ എന്തുണ്ടാവുക, അപ്പോൾ അങ്ങനെ എഴുതി ശീലിച്ചുകൊണ്ട് ഇപ്പോൾ അങ്ങനെ എഴുതാൻ എൻ്റെ മൈൻഡ് അങ്ങനെ ആയി പോകണം കേട്ടോ. അപ്പോൾ ഈ കൈപ്പത്തി ഉപയോഗിച്ച് മാത്രം എഴുതുമ്പോൾ എന്താ പ്രശ്നം, നമ്മൾ കൈക്ക് നല്ല പെയിൻ അനുഭവപ്പെടും. അതുകൊണ്ട് ടോട്ടൽ നമ്മൾ ഫുള്ള് ഹാൻഡ് ഉപയോഗിച്ച് നമ്മൾ എഴുതുക. അപ്പോൾ നമ്മളൊരു നോട്ടിലേക്കാലും എന്തായാലും എഴുതിയിട്ടുണ്ടാവും, ബോർഡുമേലൊന്നും എഴുതിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഈ കൈപ്പത്തി മാത്രം ഇത് കണ്ടോ, ഇങ്ങനെ എഴുതുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ നമ്മളെ കൈപ്പത്തി നല്ല വേദന എടുക്കും. അതുകൊണ്ട് ടോട്ടൽ, അതായത് നമ്മൾ ബെഞ്ചുമ വെച്ച് ഇങ്ങനെ എഴുതുമ്പോൾ ടോട്ടൽ നമ്മളെ ഹാൻഡ് ഇങ്ങനെ അനങ്ങിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ കൈക്ക് നല്ല പെയിൻ അനുഭവപ്പെടും. കുറച്ച് കഴിഞ്ഞാൽ എഴുത്തിൽ അത് റിഫ്ലക്റ്റ് ചെയ്യും, നമ്മളെ എഴുത്ത് മോശമായി ഇങ്ങനെ വന്നുകൊണ്ട്. ആദ്യത്തെ വരി ചില ആൾക്കാർ ഇതിൽ വീഡിയോ കാണാൻ ആർക്കെങ്കിലും അങ്ങനെ അനുഭവം ഉണ്ട്. അതായത് ആദ്യത്തെ 2 വരി ചില ആൾക്കാർ പറയുന്നുണ്ട് ഫസ്റ്റ് പേജ് മറിച്ചുമ്പോൾ നല്ല വൃത്തിയിൽ എഴുതും, പിന്നെ കണ്ട് വൃത്തി ഇങ്ങനെ കുറഞ്ഞ് ലാസ്റ്റത്തെ പേജ് ആകുമ്പോഴത്തേന് ആ വൃത്തി മുമ്പിൽ എഴുതിയ ആളും ബാക്കിൽ എഴുതിയ ആളും രണ്ടായി തോന്നും നമുക്ക്. അങ്ങനത്തെ ആരെയും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടെ. അപ്പോൾ ആൾക്കാർ അത് ശ്രദ്ധിക്കാം. പിന്നെ പറയാനുള്ളത് എന്താ വെച്ചാൽ ഭയങ്കര സ്പീഡിൽ എഴുതി. ഇപ്പോൾ ഇതേമാതിരി നിങ്ങൾ ഇതേമാതിരി എഴുതി തുടങ്ങുമ്പോൾ ഭയങ്കര സ്പീഡിൽ എഴുതി തുടങ്ങുക, വല്ല പതിയെ. അതായത് നിങ്ങൾ സ്കൂളിൽ പോയി എന്തായാലും വല്ല എഴുതൽ നടക്കില്ല. അതുകൊണ്ട് പെരിയിൽ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മലയാളത്തിൻ്റെ ഇംഗ്ലീഷിൻ്റെ ഒക്കെ പേജ് ഓരോന്ന് ബുക്കിൽ ഇങ്ങനെ നോട്ട്ബുക്കിൽ ഇങ്ങനെ എഴുതി നോക്കാം. പതിയെ വല്ല സ്ലോവിൽ എഴുതിയാൽ മതി, നമുക്ക് ഓർക്കും പോകാനില്ല. അതുകൊണ്ട് പോകാനില്ല വേറെ ഒന്നുമല്ല കേട്ടോ, നമ്മൾ ഈ കയ്യെഴുത്ത് നല്ലതായാലും എന്തൊക്കെ ഉപകാരം നമുക്കുള്ളത്. ഇപ്പോൾ നിങ്ങളൊരു പബ്ലിക് എക്സാം എഴുതണം, അപ്പോൾ നിങ്ങൾ ആണാണോ അല്ലെങ്കിൽ പെണ്ണാണോ അതൊന്നും ഒരു ടീച്ചർക്കും അറിയില്ല. ടീച്ചർക്ക് ഇപ്പോൾ നിങ്ങൾ ക്ലാസ് ടീച്ചർക്ക് നിങ്ങളെ പേപ്പർ നോക്കണമെങ്കിൽ ഈ കുട്ടി ഇത്ര പഠിച്ചു, ഈ കുട്ടിക്ക് ഇത്ര മാർക്കേ ഉണ്ടാവുള്ളൂ, ഇത്ര മാർക്ക് പ്രതീക്ഷിച്ചാൽ മതി. അപ്പോൾ അതിനനുസരിച്ച് ഇങ്ങനെ നോക്കും. ഈ കുട്ടി തീരെ പഠിച്ചില്ല, അപ്പോൾ ഒന്നുപാടി സ്ട്രോങ്ങിൽ നോക്കണം. ഈ കുട്ടി നല്ല പഠിക്കും, അപ്പോൾ അങ്ങനെ വല്ല നോക്കി പോയാൽ മതി. ചെറിയ തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ടീച്ചർ കണ്ണ് മറന്ന് ഇങ്ങനെ എഴുതി പോകും. അപ്പോൾ നിങ്ങൾക്ക് പബ്ലിക് എക്സാം വരുമ്പോൾ ആ ടീച്ചർക്ക് ആദ്യം തന്നെ നല്ല വൃത്തിയിൽ എഴുതുകയാണെങ്കിൽ വൃത്തിയിൽ ആദ്യത്തെ ഇപ്പോൾ 1 മാർക്കൊക്കെ നല്ല വൃത്തിയിൽ എഴുതാം, ഫുള്ള് ശരിയാണെങ്കിൽ ഇങ്ങനെ ഇട്ട് പോയി ലാസ്റ്റിക്കൊക്കെ ഇപ്പോൾ മലയാളത്തിൻ്റെ എക്സാം ടീച്ചർമാരങ്ങനെ എല്ലാം വായിച്ച് നോക്കുന്നില്ല, ഇങ്ങനെ ശരിയിട്ട് പോകും. അത്ര ടൈം ഓൽക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഉള്ളതെന്താ വെച്ചാൽ ഇപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഒരു നോട്ട്ബുക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്ത് എഴുതി നോക്കുക. നിങ്ങൾക്ക് പറ്റുണ്ടോ പതിയെ ഓരോ വാക്കും, അതായത് ഉരുട്ടി എഴുതാന്ന് പറയും. ഉരുട്ടി എഴുതുമ്പോൾ എന്താ ഉപകാരം, ഉരുട്ടി എഴുതുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളെ ഹാൻഡ് ഫുള്ള് ആദ്യം നിങ്ങൾ നല്ല ഉരുട്ടി എഴുതില്ല. എങ്ങനെ വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ ഉരുട്ടി എഴുതുമ്പോൾ ഉരുട്ടി എഴുതാം. അതായത് നമ്മൾ കോപ്പി എഴുതണം അതന്നെ 2 വരെ കോപ്പി ഉണ്ടെങ്കിൽ നിങ്ങൾ അനിയന്മാരത്തെ ഒഴിവാക്കി ലാസ്റ്റ് 2 പേജോ അതൊക്കെ മതിയോ. ഉരുട്ടി ഇങ്ങനെ എഴുതുക. അതായത് ഇങ്ങനെ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഇതാണ് ഉരുട്ടി എഴുതൽ. ഇങ്ങനെ ഉരുട്ടി എഴുതാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ എഴുതുമ്പോൾ പിന്നെ നിങ്ങളെ എഴുത്ത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ കുറേ എഴുതി ശീലിക്കുമ്പോൾ നല്ല എഴുത്താവും. പിന്നെ പെട്ടെന്ന് സ്പീഡിൽ നല്ല എഴുത്താവണമെന്ന് നടക്കില്ല. വെല്ല പതിയെ ഗ്രാജുവലി നിങ്ങളിങ്ങനെ ആയി വരും. അപ്പോൾ പിന്നെ ഉള്ളത് ഏത് പെന്നാണ് ഉപയോഗിക്കൽ. പെന്ന് ഉപയോഗിക്കുമ്പോൾ നമ്മൾ
ഞാൻ എൻ്റെ കാര്യം കേട്ടോ, അതായത് നമ്മൾ ഏറ്റവും കംഫർട്ടബിൾ നമുക്ക് ഏറ്റവും പിടിക്കാത്ത സുഖമുള്ളു. ഇപ്പോൾ ഓരോ ആൾക്കാരെ ഹാൻഡും ഇപ്പോൾ ഇപ്പോൾ എൻ്റെ ഹാൻഡിന് പറ്റിയ ഇതാവില്ല വേറെ ആൾക്ക് ഇഷ്ടപ്പെട്ടത് പെൻ. അപ്പോൾ പിന്നെ പറയാനുള്ളത് ബോൾ പെൻ ഉപയോഗിക്കുക, ബോൾ പോയിന്റ് പെൻ ഉപയോഗിക്കാം. അതായത് അടിയിൽ ഒരു ബോൾ ഷേപ്പുള്ള ആ പെന്നിന് ബോൾ പോയിന്റ്, അതായത് ഇപ്പോൾ ഈ ഉപയോഗിച്ചാലുള്ള ഇത് മാത്രമല്ല, ഈ കമ്പനീൻ്റെ വെറുതെ പറഞ്ഞെന്നല്ല, ഏത് കമ്പനീൻ്റെ ആയാലും പെട്ടെന്ന് ഉണങ്ങും. അതെ, ഉണങ്ങുക മീൻസ് പെട്ടെന്ന് ഇതിൽ നമ്മൾ ഈ പെരന്ന് പോണ പ്രശ്നം ഉണ്ടാവില്ല, നോട്ടുകളൊക്കെ അങ്ങനെ പെരക്കണ പ്രശ്നം ഉണ്ടാവില്ല, ആ പ്രശ്നം നമുക്ക് ബോൾ പെൻ ഉപയോഗിച്ചാൽ ഒഴിവാക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് ശ്രമിച്ച് നിങ്ങൾക്ക് തോന്നിയ മാത്രം നിങ്ങൾ ഉപയോഗിക്കുക. അല്ലെങ്കിൽ പെട്ടെന്ന് പിന്നെ പറയാനുള്ളത്, പെട്ടെന്ന് നിങ്ങളൊരു ഇപ്പോൾ കമ്പനിയിൽ ഇപ്പോൾ ഒരേ പാന യൂസ് ചെയ്ത് കുറേ ഇപ്പോൾ ഞാൻ ഇപ്പോൾ Lexi5 യൂസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, Lexi5 തന്നെ സ്ഥിരമായിട്ട് എപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുക. അതായത് പെട്ടെന്ന് വേറെ പാൻറ് ഇപ്പോൾ എക്സാമിനൊക്കെ പോകുമ്പോൾ ഓൾറെഡി വാങ്ങി വെക്കുക Lexi5ൻ്റെ പാനൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് കടയിലൊക്കെ അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ എക്സാമിനൊക്കെ എഴുതി പഠിച്ച് റിവിഷനൊക്കെ എഴുതി പഠിച്ച് Lexi5. ഇപ്പോൾ എക്സാമിന് പോയി ഞാൻ വേറെ പാൻ ഉപയോഗിച്ചാൽ എനിക്ക് ആ വൃത്തി കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതുകൊണ്ട് ഒരു കമ്പനീൻ്റെ പാൻ തന്നെ പറ്റുമെങ്കിൽ മാക്സിമം എല്ലായിടത്തും ഉപയോഗിക്കുക. പിന്നെ പറയാനുള്ളത് എന്താ വെച്ചാൽ, പിന്നെ എന്തെങ്കിലുമൊക്കെ വിട്ടുപോയി ഞാൻ ആലോചിച്ചോട്ടെട്ടാ. പറയാനുള്ളത് എന്താ വെച്ചാൽ, പബ്ലിക് എക്സാം മാത്രമല്ല, നിങ്ങളിപ്പോൾ എവിടെ പോവാണെങ്കിലും ബാങ്കിൽ പോകാം അല്ലെങ്കിൽ എവിടെ ആയാലും നിങ്ങളെ കയ്യെഴുത്ത്, നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തും എന്തായാലും നിങ്ങളെ കയ്യെഴുത്ത് കണ്ട് നിങ്ങൾ ആൾക്കാർ വിലയിരുത്തും. അതായത് നിങ്ങളെ കയ്യെഴുത്ത് മോശം, നിങ്ങൾ എത്ര പഠിക്കണ കുട്ടിയാണ്, ഈ പഠിക്കാത്ത കുട്ടിയാണ്. ഇപ്പോൾ നല്ല പഠിക്കണ കുട്ടി കയ്യെഴുത്ത് മോശമായി എന്തെങ്കിലുമൊക്കെ പൂരിപ്പിക്കുമ്പോൾ കയ്യെഴുത്ത് മോശമാണെങ്കിൽ എന്താ ചെയ്യുക, അയാളെ വിലയിരുത്തും. അയാൾ അത്ര പഠിക്കാത്ത കുട്ടി, അയാൾക്ക് അത്ര എഡ്യൂക്കേഷൻ ഇല്ലാത്ത ആളെന്ന് അയാളെങ്ങനെ വിലയിരുത്തും. അതേമാതിരിക്ക് തീരെ പഠിച്ചാത്ത കുട്ടി നല്ല കയ്യെഴുത്താണെങ്കിലോ, ഇവ നല്ല പഠിക്കണ കുട്ടിയാണ്, ഗ്രാജുവലി ഓട്ടോമാറ്റിക്കലി നമ്മളെ മൈൻഡിൽ അങ്ങനെ വരും. അതങ്ങനെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഉപകാരപ്പെടുകയാണ്, നിങ്ങളൊരു പേജിൽ ഞാൻ പറഞ്ഞ രീതിയിൽ പേന പിടിച്ച് എഴുതി മുഴുവൻ ഹാൻഡും നിങ്ങൾക്ക് ഉപയോഗിച്ച്, മുഴുവൻ ഹാൻഡ് ഉപയോഗിച്ചാൽ എഴുതുമ്പോൾ മുഴുവൻ ഹാൻഡ് ഉപയോഗിച്ച് നിങ്ങൾ എഴുതി നോക്കി. നിങ്ങൾക്ക് ചെറിയ രീതിയിലെങ്കിലും മാറ്റം അനുഭവപ്പെടുന്നുണ്ട്, വല്ല പതിയെ എഴുതിയാൽ വേണ്ട, ചെറിയ രീതിയിലെങ്കിലും മാറ്റം അനുഭവപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഈ വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോവാം. താങ്ക് യു ഫോർ വാച്ചിങ്.